ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോസ് ഒന്നൊന്നുമല്ല, ഞങ്ങൾ ഔട്ടിങ്ങിന് പോവാണ്. ഞാനിപ്പോൾ പയ്യന്നൂരാണല്ലോ ഉള്ളത്. ഇവിടെ നിന്ന് നാളെയാണ് ഞാൻ തിരിക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് സംസാരം അങ്ങനെയൊക്കെ പോയി. പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ബീഫും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവളെയും കൂടെ ഒക്കെ പോകണം. അപ്പോൾ ഇവരുടെ ബന്ധുക്കളെ വീട്ടിലെല്ലാം വന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ റെഡിയായി. ഞാൻ റെഡിയായി, അവൾ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങും. അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മളുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളെ ഇഷ്ടം അറിയിക്കണം. ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ അതും അറിയിക്കണം. അപ്പോൾ നമുക്ക് പോകാം കേട്ടോ ആ വീഡിയോയിലേക്ക്. ഇൻഷാ അല്ലാ കാണാം. അപ്പോൾ ഇതാണ് കിച്ചണിൻ്റെ ഭാഗം കേട്ടോ. ഇവിടെ രണ്ട് സോഫ ഇട്ടിട്ടുണ്ട്. ഞാനവിടെ ഇരിക്കുന്നുണ്ട്. കിയ, ഇതാണ് അവളുടെ വണ്ടി. അതവളുടെ തറവാടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ ഇങ്ങോട്ട് വീട് വെച്ചതാണ്. അങ്ങനെ ഞങ്ങളിതാ റെഡിയായിട്ട് ഇറങ്ങിയിട്ട് ആ മണ്ടൂർ വിളയംകൂടൊക്കെ പോകാനുണ്ട്. പിന്നെ അങ്ങനെ മുസ്ലിക്കാരുടെ ബന്ധുക്കളുടെ അടുത്താണ് മക്കളും പെങ്ങന്മാരും മരുമക്കളും പിന്നെ ജ്യേഷ്ഠന്മാരുടെ വീടും മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ഇതൊരു ഷോപ്പിംഗ് മാൾ കയറിയിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് നമുക്ക് 1-2 പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് ഇത് ഇപ്പോൾ മുസ്ലിക്കാരുടെ പെങ്ങളെ വീടാണ് കേട്ടോ. പെങ്ങളെ മക്കളെ വീടാണ്. അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് പിന്നെ അടുത്തടുത്ത് തന്നെയാണ്. അവിടെ എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നമ്മൾ പിന്നെ പോയി. അവിടെ പോകുമ്പോഴത്തെ ആദ്യത്തെ വീട്ടിൽ പോകുമ്പോഴത്തെ കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് അവർ ഉമ്മാൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയിട്ട് അവിടെയും കണ്ടിട്ടില്ല, കാരണം ബാത്റൂമെല്ലാം കണ്ടു ആണായിരുന്നു. പിന്നെ വന്നിട്ട് അവർ ഇത് ജാസ് ബ്രൂ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബറിൻ്റെ വീടാണ് കേട്ടോ. അതും മോളാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ടൊന്നും വേണ്ടായിരുന്നു. എന്നാലും പിന്നെ ഒരു വീട്ടിൽ പോയാൽ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു വെള്ളം കുടിച്ചിട്ട് നമ്മളിതാ ഇങ്ങോട്ട് വന്നു കേട്ടോ. വിളയംകോട് ജമീലമ്മായിൻ്റെ വീട്ടിലിട്ടാണ് ആദ്യം പോയത്. പിന്നെ അവിടെ ജമീലൻ്റെ മക്കളെ വീടൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഇതാക്കിയിട്ട് പിന്നെ അവിടെ കയറി. ജമീലമ്മായി അവിടെ ഗ്രാൻഡായിട്ട് തന്നെ ടീ പാർട്ടി സെറ്റപ്പാക്കിയിരുന്നു. മരുമക്കൾ മക്കളെ ഭാര്യമാരുണ്ടല്ലോ, അവരെല്ലാം നല്ല അപ്പുറത്തെ വീട്ടിൽ, ഈ വീട്ടിലല്ല കേട്ടോ ജമീലമ്മായി ചായ സൽക്കരിച്ചത്, അപ്പുറത്തെ മോൻ്റെ ഭാര്യ വീട്ടിലായിരുന്നു. ഭാര്യ വീടല്ല, മോൻ്റെ വീടാണ്. അപ്പോൾ അങ്ങനെ അവിടെ ജമീലമ്മായിൻ്റെ അടുത്ത് ഇരുന്നിട്ട് നല്ല വിറ്റാണ് കേട്ടോ. ഭയങ്കര ചിരിച്ചിട്ട് വരിക്കും. അങ്ങനെ അവിടെ പോകുമ്പോഴത്തേക്ക് അവർ കിച്ചൺ കയറിയിട്ട് പോകുമ്പോഴത്തേക്ക് നല്ല പണി തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ വീടൊക്കെ മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല, പുതിയ വീടാണ്. അപ്പോൾ കിച്ചണും കൂടി കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ചായയൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് സെറ്റാക്കുന്നുണ്ടായിരുന്നു, റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജമീലമ്മ ഇങ്ങനെ ഓരോരോ സ്ഥലവും നടന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചണാകുമ്പോഴത്തേക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഫില്ല് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തോട്ട് സലാഡും ചിക്കനും ഒക്കെ ആയിട്ട് പിന്നെ കുറേ വേറെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കാനായിട്ടിരുന്നു. മാഷാ അല്ലാഹ് വയറ് ഫുള്ള് അങ്ങനെ ഫുള്ളായിപ്പോയിരുന്നു. അത്രയും നല്ല ഒരു ഇതായിരുന്നു. അതൊന്ന് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും നല്ല ഒരു ടേസ്റ്റിയും ഉണ്ടായിരുന്നു. നല്ല ഒന്ന് കഴിച്ചാൽ മതി നമുക്ക് വയറ് ഫുള്ളാകാൻ. അത്രയും നല്ല ഒരു ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് കാണുമ്പോൾ ഒരു ചെറുതായിട്ടുണ്ടെങ്കിലും അതിൽ അകത്തോട്ട് ചിക്കനും സലാഡും ഒക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ശരിക്കും ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ഒരാൾക്ക് മതിയാവും, വിശപ്പ് മാറും. അങ്ങനെ പിന്നെ ഇതൊക്കെ മരുമക്കളാണ് കേട്ടോ. മോൻ്റെ ഭാര്യയാണ്, അതും മോൻ്റെ ഭാര്യയാണ്.
അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഉണ്ട്, അപ്പുറവും ഉണ്ട്. ആ മാനേജ്മെൻ്റ് അപ്പുറത്തിരുന്നതും 3 മരുമക്കളുമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂറാത്താൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. സൂറാത്തിൻ്റെ വീട് പിന്നെ കുറച്ച് ബാക്കോട്ട് അങ്ങോട്ട് ഇവരെ വീടിൻ്റെ പുറകുവശത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് സൂറാത്താൻ്റെ അവിടെയും പോയി. പിന്നെ അവിടെ ഇരുന്ന് സംസാരിച്ച് ഇതാക്കി കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ പുറത്തിരുന്നിട്ട് പറഞ്ഞത് ഇത് സൂറാത്തിൻ്റെ വീടും മോളും ഒക്കെയാണ്. അപ്പോൾ ഇതാ ഇവിടെ നല്ല അതൊരു പൊക്കത്താണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഏരിയയിൽ ഞാൻ പോയിട്ടുണ്ട് കുറേ വർഷം മുമ്പ്, എത്രയോ വർഷം മുമ്പ്, 30 വർഷത്തോളം എന്തോ ആയി. പിന്നെ ഞാൻ ഈ വഴിക്ക് പോയിട്ടില്ല, ഇപ്പോഴാണ് പോകുമ്പോഴത്തേക്കും എല്ലാവരും വീട് ഓരോ സ്ഥലത്തായി മാറി അങ്ങാകെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഷംസുൻ്റെ മുസുക്കാൻ്റെ പെങ്ങളെ വീട്ടിലാണ്. പെങ്ങളെ മോൻ്റെ മോളും കുട്ടിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ മഗ്‌രിബിൻ്റെ സമയമായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയി, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നും ചായ അവരെ പെട്ടെന്ന് റെഡിയാക്കി റഹ്മത്തും അവർ പിന്നെ അത് കുടിച്ചിട്ട് നേരെ വന്ന് ഷംസുൻ്റെ റംലാൻ്റെ അടുത്താണ്. ഇത് മുസുഖാൻ്റെ പെങ്ങളെ മോൻ്റെ ഭാര്യ വീടാണ് കേട്ടോ. ഭാര്യ വീടല്ലല്ലോ, മോൻ്റെ വീടാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തുമ്പോൾ റംലി ഇലയുടെയും പയമ്പരിയും ഒക്കെ ആയിട്ട് അതും വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം പിന്നെ പറയണേ, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ പായസം മധുരം എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചു. എനിക്ക് ഉണ്ടായിരുന്നില്ല, അത്രയും ഞാൻ കഴിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് മുസുഖാൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് ദുബായ് പോവാണ്. അപ്പോൾ അവളെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയതാണ്. അവൾ പോകുമ്പോഴത്തേക്ക് അവിടെ നല്ല സൽക്കാരം തന്നെയാണ്, ഗ്രാൻഡാണ്. അവൾ ഗൾഫിൽ പോകുമ്പോൾ അവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഗൾഫിൽ പോകുന്ന ഒരു രാത്രി എല്ലാവരും കാണാൻ വരുന്നവർക്കെല്ലാം ഇങ്ങനെ ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ വലിയൊരു സൽക്കാരം ഭർത്താവിൻ്റെ വീട്ടുകാരും പിന്നെ ഇവളെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി, പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ വീട് അത്ര ദൂരമൊന്നുമില്ല കേട്ടോ, അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എത്തിയിരുന്നു. അപ്പോൾ ഇന്ന് ജമീലമ്മായും മുനീറമ്മായും രണ്ടാളും നമ്മളെ കൂടെ ഇവിടെ നമ്മളൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ കൊച്ചിയിലേക്ക് തിരിക്കുന്ന വീഡിയോയും ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇവളുടെ വീടെത്തി. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഫ്രഷായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.